ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വെക്കേഷനാണ്. സോ ഇന്ന് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകണം. ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെറൈറ്റി ഉള്ളതുകൊണ്ട്, ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, എന്നാലും കുറച്ച് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വ്ലോഗ് എടുക്കാം എന്ന്. ശരിക്കും എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല. ബാക്കിയുള്ള ദിവസങ്ങൾ എന്താ പറയുക, വീട്ടിലിരിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ടി വി കാണുക, ഫോൺ നോക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. ഇന്ന് കുറച്ച് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു വ്ലോഗ് എടുക്കാം എന്ന്. അപ്പം ഇന്ന് ശരിക്കും എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ഡ്രൈവിംഗ് ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ഇല്ല, കാരണം മറ്റേ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് എനിക്കിന്നില്ല, കാരണം തിരക്കായിരിക്കും. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക, ഡ്രൈവിംഗ് ഇല്ല. അപ്പം ബാക്കി അതിപ്പം ശരിക്കും നമ്മൾ എന്താ പറയുക, ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടക്കില്ല, ഇപ്പോൾ ഡ്രൈവിംഗ് ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആണ്. അമ്മയുടെ കൂടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്, എനിക്കും മേടിക്കാനുണ്ട്, അതിനാണ് മെയിൻ പോണത്. പിന്നെ അമ്മയ്ക്കും എന്തെങ്കിലും മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ആണ് മെയിൻ പരിപാടി. പിന്നെ എനിക്കൊന്ന് സ്കിൻ ഡോക്ടറെ കാണണം, കാരണം എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ കുരുക്കളിപ്പോൾ ഇച്ചിരി കൂടുതലാണ്. അതുപോലെ തന്നെ കുരു വന്നിട്ട് ഇങ്ങനെ പാടുകളും അതിൻ്റെ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പുരുക്കത്തിൻ്റെ ഇവിടം വരെ കുരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പിന്നെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത് പക്ഷെ ഉറപ്പില്ല, ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇന്നിപ്പോൾ മറ്റേ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ പറവൂരൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് എത്രത്തോളം വീഡിയോ, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ എടുക്കാൻ നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ പോകും കേട്ടോ, കാരണം തിരക്ക് വരുമല്ലോ. പിന്നെ നേരത്തെ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ വെയിൽ തന്നെയൊക്കെ മുന്നേ നമുക്ക് വീട്ടിലും എത്താമല്ലോ. വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഞാനങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ അമ്മയുടെ കൂടെ പോണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാം. അമ്മയുണ്ട് അവിടെ. സോ നമുക്ക് പോവാം. ഷോപ്പിംഗ് തുടങ്ങി. ഹായ്, ഇവിടെ നോക്ക്, കണ്ടു അങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് നടക്കുന്നു ഇവിടെ. എൻ്റെ കയ്യിലൊക്കെ സാധനങ്ങളാണ്, ഭയങ്കര ഷോപ്പിംഗ്. കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമുക്ക് സ്കിൻ ഡോക്ടറെ കാണാൻ പറ്റിയില്ല, ഇന്ന് ഓപ്പൺ ആയിരുന്നില്ല, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിൻ ഡോക്ടറെ കണ്ടില്ല. ബാക്കി നമ്മൾ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ട് ഷോപ്പിങ്ങിന്. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. ഇനിയും എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, റീല്. ഞാൻ അത് പോയി എഡിറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഫോണിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കപ്പോൾ ഫുഡ് കഴിക്കാം. ഇന്ന് നമുക്ക് കഴിക്കാൻ ചോറ്, മാങ്ങാപ്പുളിശ്ശേരി, പിന്നെ ഇവിടെ പയർ മുളപ്പിച്ചത്, അത് തോരൻ, അച്ചാർ, പപ്പടം. ഇതാണ് ഗൈസ് എൻ്റെ ലഞ്ച്. ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ ചെയ്യാം. ചുമ്മാ വലിയ കാര്യമായ പണികളൊന്നുമല്ല. അടിച്ച് വാരണം. അടുക്കള ഓൾറെഡി ക്ലീനാണ്, എന്നാലും ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് സെറ്റാക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഫുൾ അടിച്ചു വാരി നമ്മളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ. അങ്ങനെ ഗൈസ്, നമ്മൾ അടിച്ചൊക്കെ വാരി
അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇവിടെ കാറ്റുകളാണ്. കാരണം നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം വേർക്കാം. നമ്മൾ നല്ലോണം വേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഫാനിൻ്റെ ചോട്ടിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ചെടിക്കൊക്കെ വെള്ളം വയ്ക്കണം. അതൊന്ന് വെയിലാറട്ടെ ഒന്ന്. ശരി, നമ്മൾ കുറച്ച് നേരം കാറ്റ് കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഈ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ചെറുതായിട്ടൊരു പടം വര ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വലിയ പടം വരയ്ക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. അത്ര അടിപൊളിയായിട്ട് വരയ്ക്കൊന്നുമില്ല. പക്ഷെ എനിക്കെന്താ ഇഷ്ടമാണ് ഇങ്ങനെ വരയ്ക്കാൻ. പക്ഷേ വരയ്ക്കുന്നതൊക്കെ ചില സമയത്ത് ബോറാവും. എന്നാലും ഞാൻ ചുമ്മാ വരയ്ക്കും. എൻ്റെ ഒരു ഇതിന് ഞാൻ അത് കൊള്ളൂല്ലെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പിന്നെ വരയ്ക്കും. കോൺഫിഡൻസ്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എനിക്ക് പടം വരയ്ക്കാം. ഞാൻ ഇന്നലെ രാത്രി ഒരു പടം വരച്ച് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചു അത് പോയിന്ന് ചെയ്തിട്ട് അപ്പം അങ്ങനെ കുറച്ച് സമയം പൊക്കോളുമല്ലോ. നമുക്ക് നോക്കാം. പടം വരയ്ക്കലൊക്കെ കഴിഞ്ഞ് ആ പടമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തേലും പോയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ മാഗി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാഗി ഉണ്ടാക്കാം. മാഗി ഇവിടെ തിളച്ച് വരികയാണ്. നമുക്ക് അത് പോയിട്ട് കഴിക്കാം. വെളിയിൽ പോയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കൽ ഒട്ടും നടന്നിട്ടില്ല കേട്ടോ. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്നെ തല്ലിക്കൊല്ലും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുകയാണ്. നമ്മളുടെ മാഗിയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. വീണ്ടും ഫാനിൻ്റെ ചോട്ടിൽ. കാരണം നല്ലോണം വേർക്കുണ്ട്. ഞാൻ മാഗിയൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെയാണ്. കൂടെ ഗ്രീൻ ടീമുണ്ട്. അങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. എന്തൊരു കോമ്പിനേഷനല്ലേ? നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾ തന്നെ ഇപ്പോൾ വിചാരിക്കും ഇവളെന്ത് കാണിക്കണേ എന്നുള്ളത്. ഒരു ഹെൽത്തി സാധനം ഒരു അൺഹെൽത്തി സാധനവും കൂട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓസൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് നനയ്ക്കാം. ഓക്കെ, ഇത് കുറേയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് ആക്ച്വലി ഇത് താമരയുടെ ആയിരുന്നു. താമര ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ പറിച്ചു. 2 വെള്ള താമര ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെന്തോ പൂവാണ്, പേരൊന്നും അറിയത്തില്ല, എന്തോ ഒരു പൂ. പിന്നെ അതേ ഗൈസ് ഞാൻ സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഒരു കുഞ്ഞി ബ്രിഞ്ചാൾ വളർന്നു തന്നെയുള്ളൂ. പിന്നെ ഗൈസ് നമുക്കിവിടെ ഇതാണ് നമ്മുടെ തക്കാളിത്തോട്ടം. ഇതിലതേ തക്കാളി, ഒരു തക്കാളി എന്നാ കണ്ടോ ഗൈസ്. തക്കാളി ഇവിടെ ഉണ്ട്, വേറൊരു തക്കാളി വളർന്നു തന്നെയുള്ളൂ. പിന്നെ ഇവിടെ വെണ്ടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ വെണ്ടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഈ ഇടയായിട്ട് പറിച്ചുകൊണ്ട്. പിന്നെ അതേ ചീരയും നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചു, കുറേ വളർന്നു തന്നെയുള്ളൂ. അതുകൊണ്ട് ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നു. ആരാ അത്? വന്നേ, വാ. ഹായ്. ബായ് അല്ല, ഹായ് ഗൈസ്. ബായ് ഗൈസ് അല്ല, ബായ് പറയാൻ റേറ്റില്ല. പറഞ്ഞ ഹായ് ഗൈസ് പറ. സുഖല്ലേ? അതൊരു സുഖാണോ? അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ചെടി നനച്ചതല്ലേ? നമ്മൾ ഏതൊക്കെ ചെടി നനച്ചേ? ജമന്തി, പിന്നെ തുളസി. ആ, ബാക്കിയുള്ള ചെടിയൊക്കെ നനച്ചു. താമര നനയ്ക്കണ്ടല്ലോ, അത് വെള്ളത്തിലല്ലേ. നമ്മുടെ ചെത്തിപ്പൂവൊക്കെ നനച്ചു. താമര ഉണ്ടായിന്ന് പറഞ്ഞോ? താമര ഉണ്ടായി. ഏത് കളറ്? വെള്ള കളർ. എത്ര എണ്ണം ഉണ്ടായി? 1 അല്ലല്ലോ, 2.
ഒന്നും പറയാല്ലേ? ഇതെന്താന്ന് എഴുതിയേക്കുന്നേ? എന്റെ ഉടുപ്പുമേ വെള്ളം കുടിക്കുവോ ദാഹിച്ചിട്ട്? ഷോ എല്ലാരും വെള്ളം കുടിക്കണം എന്ന് പറ. എല്ലാരും ഒരു ഗ്ലാസും ഓരോ ഗ്ലാസും ഒക്കെ വെള്ളം കുടിക്കണം. അതല്ലേ. ഇവിടെ ഒരാള് എന്നെ സോപ്പിട്ട് ഒരാളിവിടെ ടി വി കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഒരാൾ ഇവിടെ ഇരുന്ന് മിസ്റ്റർ ബീൻ കാണാണ്. മാധവ മിസ്റ്റർ ബീൻ കണ്ടോണ്ടിരിക്കണം. ഇത് പിന്നെ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാനും കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഇരിക്കുമ്പോൾ വെളിയോട്ട് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല മഴക്കാറുണ്ട്. അവിടേക്കൊക്കെ വീഡിയോയിൽ എന്തോരം കണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല ഇരുട്ട് വന്നിരിക്കുക കേട്ടോ. ഫുള്ള് നല്ല ഇരുട്ട് വന്ന് നിൽക്കുകയാണ്. നല്ല മഴക്കാറുണ്ട് നോക്കി. മാധവ് ഒരു പാട്ട് പാടാൻ പോവാണ് അല്ലേ? പാടിക്കോ. ശ്രീരാഗമോ തരും അതിൻ ദീപങ്ങൾ ശ്രീരാഗമോ തരും അതിൻ ദീപങ്ങൾ നാട്ടുമാവിൻ ഇനിയും നീ പകലും ഞാൻ ശ്രീരാഗമോ തരും അതിൻ ദീപങ്ങൾ അങ്ങനെ മാധവൊക്കെ പോയി. എൻ്റെ അമ്മയൊക്കെ വന്നു. ഇത് നമ്മൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പോൾ അത് കുറച്ച് നല്ല മഴയൊന്നുമല്ല, ആ മഴക്കാറ് കണ്ടതിൻ്റെ അത്രയും മഴയൊന്നും പെയ്തിട്ടില്ല. എന്നാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് ചാറിപ്പോയി. അതുകൊണ്ട് ഒരു ഇച്ചിരി തണുപ്പുണ്ട്. അങ്ങനെ ഞാനപ്പോൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വർക്കൗട്ട് ഡെയിലി ചെയ്യുന്നുണ്ട്. വർക്കൗട്ടും പ്ലസ് ഡാൻസും ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കത് പോയി ചെയ്തിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഗൈസ് വർക്കൗട്ട് കഴിഞ്ഞു. അയ്യോ, നമുക്ക് താഴെ പോവാം. ഓക്കെ. ഈ സംസാരിക്കാൻ വയ്യൊക്കെ അതൊക്കെ ഒന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു വന്നു. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഐസ് പിടിക്കാം. ഇതുപോലെ എന്നുള്ള ഐസ് ഉണ്ട്. ഇതിങ്ങനെ ഐസ് ഒരു തുണിയിൽ ചുറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഫുൾ ഫേസ് പിടിച്ച് കൊടുക്കും. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡെയിലി ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. കണ്ണിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ കുരു ഉള്ളിടത്തൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ഞാൻ ഇത് ഡെയിലി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മുടങ്ങാണ്ട് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ. ഇവിടെ വെച്ചിട്ട് ലൈറ്റ് കിട്ടുന്നില്ല തോന്നുന്നല്ലേ. സോ ഭയങ്കര നല്ലതാണ്. ഇതിങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര കുളിങ്ങ. അതൊന്നാതി ചൂടത്തോടെ കഴിയുമ്പോഴാണ് ഭയങ്കര സുഖം. നമുക്കതിങ്ങനെ പിടിച്ചു വെക്കാം. ഞാൻ പോയിട്ട് പിടിച്ചിട്ട് വരാവേ. അങ്ങനെ ഐസൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഒരു പാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അരിപ്പൊടിയൊക്കെ വെച്ചിട്ടൊരു പാക്ക്. ഞാൻ അരിപ്പൊടി പിന്നെ നമ്മുടെ മറ്റേ എന്താ തേയിലപ്പൊടിയില്ലേ അതൊക്കെ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
വേണ്ടവർ ട്രൈ ചെയ്ത് നോക്കോ. ടാനൊക്കെ മാറി കണ്ടിങ്ങനൊരു സ്ക്രബിങ് എഫക്റ്റ് തരും നമുക്ക്. അതുകൊണ്ട് ഭയങ്കര നല്ല കേട്ടോ. നമുക്ക് ടാനൊക്കെ മാറി നമ്മുടെ ഫേസ് നല്ല ഡൾനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മൾ ഫേസ് പാക്കൊക്കെ ഫുള്ളായിട്ട് ഇട്ടു. പിന്നെ കാണാൻ ഒരു വേറെ മുഖം പ്ലീസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയും കുറച്ച് നേരം ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഉണങ്ങുമ്പോൾ നമുക്ക് പോയിട്ട് കുളിക്കാം. ഞാൻ എന്തായാലും തല കുളിച്ചിട്ടില്ലല്ലോ, നമുക്ക് പോയിട്ട് കുളിക്കാം. ഞാൻ പൊതുവേ ഇപ്പോൾ കുറേ ആയി ഞാൻ തലയിൽ വല്ലതും ഇട്ടിട്ട് എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ ഫ്ലാക്സ് സീഡ് ജെല്ല് തേച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒന്നും ചെയ്യാത്തത്. ഇന്നലെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണയൊക്കെ തേച്ചു, ഷാമ്പൂ ഒക്കെ ഇട്ടതാണ് സോപ്പിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കോംബ് ചെയ്തിട്ട് തല കുളി. ഹായ് ഹായ്, നമ്മളിന്ന് രാവിലെ എവിടെയാണ് പോയി പറവൂര് ആക്കി ഞാൻ കാണിച്ചു. എന്നിട്ട് ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് ചെയ്തു അല്ലേ. ഇപ്പം എന്താ ചെയ്യാൻ പോണ? എന്നിട്ട് ഉപ്പുമാണ്ടാക്കും. ഒരു വെറൈറ്റി ഉപ്പുമാവാണല്ലേ, നോക്കാം. ഒരു വെറൈറ്റി ഉപ്പുമാവാണ്. നല്ല കുളിയൊക്കെ പാസ്സാക്കി. ആക്ച്വലി ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിക്കുമ്പോഴാണ് ഒരു സുഖം. അയ്യോ, അങ്ങനെ എൻ്റെ കുളിയൊക്കെ ആ പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനിയും പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ പൊതുവെ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കും, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് നോക്കാം പോയിട്ട് ഫുഡൊക്കെ റെഡി ആയോന്ന്. ഞാൻ അമ്മേനെ ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിച്ചത്. അപ്പം നമുക്ക് പോയി നോക്കാം. നമുക്ക് ബൈ ബൈ പറയാൻ സമയം. അങ്ങനെ വരുമ്പോൾ ഞാൻ ഫുഡൊക്കെ വെച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങി, ഞാനും ഉറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ വീഡിയോ എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് പിന്നെയും കുറച്ചൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, അല്ലാത്ത ദിവസം അതും ഉണ്ടാവാറില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അപ്പോൾ ഞാനും പോയി കിടന്നുറങ്ങട്ടെ. ഇനി നാളെ നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാം. ഓക്കെ ഗൈസ്, ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇനിയും എങ്ങനത്തെയൊക്കെ വീഡിയോസാണ് ഞങ്ങൾ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറിയിട്ട് ഫോളോയും കൂടെ ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. സോ ടാറ്റാ.